അങ്ങനെ ഫിസിക്കലി ഒക്കെ കിട്ടി. പക്ഷെ മെഡിക്കലിന് കണ്ണിന്റെ ഒരു ചെറിയ പ്രശ്നം കൊണ്ട് മെഡിക്കൽ പാസ് ഔട്ട് ആയിപ്പോയി. മെഡിക്കൽ കിട്ടിയില്ല. വളരെ വീട്ടുകാർക്കാണ് വളരെ എന്താ കുറെ കഷ്ടപ്പെട്ട പോലെ കണ്ടത്. നമ്മള് ഇങ്ങനത്തെ മറ്റേ ഡക്റ്റിന്റെ ഒക്കെ കുറെ സംഭവങ്ങൾ കണ്ടപ്പോ അന്നൊന്ന് പേടിച്ചു വരും. കുഴപ്പമില്ല, ഇത് പഠിച്ചാല് രക്ഷപ്പെടും എന്നുള്ളൊരു മൈൻഡ് വന്നു. ഇന്റേൺഷിപ്പാണ് ഇതിനൊരു അടിത്തറാന്ന് പറയാം. ശരിക്കും പറഞ്ഞാല് നമ്മളിപ്പോ കേറുന്നത് ഇപ്പൊ ചെറിയൊരു ലെവലിലായിക്കോട്ടെ, പക്ഷെ ആ ലെവലിൽ തന്നെ നിന്ന് പോവാതെ അതിന്റെ മേലോട്ട് എന്തുണ്ടോ അതിനു വേണ്ടി എങ്ങനെ പരിശ്രമിക്കാൻ പറ്റുമോ അങ്ങനെ. In today's session, I am pleased to introduce the BIM students who have successfully completed their training and now placed in a top MNC company in Cochin. സോ അവരുടെ BIM ജേർണിയെ പറ്റി നമുക്ക് സംസാരിക്കാം. അപ്പോൾ എന്തൊക്കെയായിരുന്നു അവർ ചാലഞ്ചസ്, എങ്ങനെയായിരുന്നു അവരുടെ ലേണിംഗ് എക്സ്പീരിയൻസ് എന്നതിനെക്കുറിച്ചൊക്കെ നമുക്ക് സംസാരിക്കാം. അപ്പോൾ മീറ്റ് മിസ്റ്റർ ജയദേവ്. അപ്പോൾ എനിക്ക് വളരെ ഹാപ്പിയാണ് ആക്ച്വലി നിങ്ങളിങ്ങനെ ഒരു കോഴ്സ് കഴിഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്കൊരു ഇൻറ്റേൺഷിപ്പ് പ്രോഗ്രാം കൂടിയിട്ട് പ്ലേസ്മെൻ്റ് ആയതിൽ വളരെ സന്തോഷമുണ്ട്. അപ്പോൾ എനിക്ക് അറിയേണ്ടത് എങ്ങനെയായിരുന്നു ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്തായിരുന്നു, എങ്ങനെയാണ് BIM ഇൻഡസ്ട്രിക്ക് നിങ്ങൾ കയറി വരാനുള്ള കാരണം എന്തായിരുന്നു? ഞാൻ 2020 ഡിപ്ലോമ പാസ് ഔട്ട് ആയാണ്. ഓക്കെ. അപ്പോൾ അതിനുശേഷം ഒരു സെൻട്രൽ ഗവൺമെൻറ് ജോലി മതി എന്നൊരു തീരുമാനത്തിലൂടെ അങ്ങനെ പഠിക്കാൻ തീരുമാനിച്ചാണ്. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് കൊറോണ വന്ന് അങ്ങനെ ഒരു 1.5 കൊല്ലം 2 കൊല്ലം അങ്ങനെ പോയി. ഓക്കെ. പിന്നെ അതിനുശേഷം കുറേ കോഴ്സ് ചെയ്ത് SSC മേടിച്ചു, റെയിൽവേ മേടിച്ചു. അങ്ങനെ ചെയ്ത സമയത്ത് ഞാൻ അല്ലാണ്ട് ഒരു കോഴ്സ് എടുത്തിട്ട് ഗുജറാത്തിലേക്ക് പോയി. റിലയൻസ് പ്ലാന്റിലായിരുന്നു പണി. ഓക്കെ. എന്തായിരുന്നു അത് ടെക്നീഷ്യൻ ആയിട്ടാണ് പണി. അപ്പൊ അത് ടെക്നീഷ്യന്റെ പുറത്ത് നമുക്കൊരു സൈറ്റ് വർക്കിന്റെ ബുദ്ധിമുട്ട് നമുക്ക് പറയണ്ടല്ലോ. അത്രയും റിഫൈനറിലൊക്കെ വലിയ ബുദ്ധിമുട്ടായിരുന്നു. ആ സമയത്ത് ഞാൻ സമയത്ത് ഇങ്ങനെ പഠിത്തം വിട്ടില്ലായിരുന്നു. സെൻട്രൽ ഗവൺമെന്റ് നല്ലൊരു ഇതുണ്ടായിരുന്നു. സമയത്ത് SSC GD അത്യാവശ്യം കുഴപ്പമില്ലാത്ത മാർക്കിൽ പാസ്സായി. അപ്പൊ അതിന്റെ ഫിസിക്കലൊക്കെ 6-7 മാസത്തോളം ഫിസിക്കലിന് വേണ്ടി കഷ്ടപ്പെട്ടു. അങ്ങനെ ഫിസിക്കലി ഒക്കെ കിട്ടി. പക്ഷെ മെഡിക്കലിന് കണ്ണിന്റെ ഒരു ചെറിയ പ്രശ്നം കൊണ്ട് മെഡിക്കൽ പാസ് ഔട്ട് ആയിപ്പോയി. മെഡിക്കൽ കിട്ടിയില്ല. എപ്പോഴായിരുന്നു? 2024. ആ സമയത്ത് പിന്നെ ഒന്നും ഇവിടെ മൈൻഡിൽ ഇല്ല. അത്ര 25 വയസ്സാണ്. അങ്ങനെ സമയത്ത് ബ്ലാങ്ക് ആയ സമയത്താണ് എന്തെങ്കിലും ഒരു പഠിച്ച കോർ ഫീൽഡ് തന്നെ നോക്കുന്നതായിരിക്കും നല്ലതെന്ന് തോന്നിയപ്പോ ഈ ഒരു BIM-നെ പറ്റി അറിഞ്ഞ് ഇൻസ്റ്റാഗ്രാമിലൊക്കെ അങ്ങനെ ഒരു ആഡ് കണ്ടപ്പോ അന്വേഷിച്ചു. അന്നപ്പം കമ്പയറില്ല കോഴിക്കോടുള്ള മൊത്തം കോഴിക്കോട് നോക്കി, എറണാകുളം നോക്കി, അങ്ങനത്തെ കുറെ സ്ഥലത്ത് നോക്കിയപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്തത് AEC ആണെന്ന് തോന്നിയപ്പോൾ AEC-ലേക്ക് വരികയാണ്. BIM-നെ കുറിച്ച് ആദ്യം അറിയാത്ത സെൻട്രൽ ഗവൺമെന്റ് ജോബ് ആയിരുന്നു ആദ്യം ഓറിയന്റഡ് ആയിരുന്നു. ഈ ഡിപ്ലോമ തന്നെ പോയത് തന്നെ ഒരു കോളേജ് ലൈഫ് വേണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇതിന് ഡിപ്ലോമയ്ക്ക് പോയത്. അത് ആർമി തന്നെയാണ് മൈൻഡിൽ ഉള്ളത്. ഏട്ടനെ ആർമിയിലായതിനെ കൊണ്ട് ഈ ഒരു മൈൻഡ് മതി, പണ്ടൊട്ടേ ഡിഫൻസ് എന്നുള്ളൊരു താല്പര്യം ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ തപ്പായി. പിന്നെ മെഡിക്കൽ പോയ പിന്നെ ഒന്നും കിട്ടില്ലല്ലോ. ബ്ലാങ്ക് ആയ സമയത്താണ് ബ്ലാങ്ക് ആയി പോയി. എന്തായാലും ആ കരിയർ ഷിഫ്റ്റിനെ കുറിച്ച് ഇപ്പൊ എന്താണ് അഭിപ്രായം? അന്ന് തീരുമാനിച്ച പെട്ടെന്ന് ഒരു ജോലി എന്നുള്ളൊരു തീരുമാനം തന്നെയായിരുന്നു. അതിന് കോഴ്സ് എടുത്ത് വേറെ സമയം കളയല്ല. നല്ലൊരു ജോബ് കിട്ടണം, എഞ്ചിനീയറിംഗ് കോർ ആവുമ്പോ അങ്ങനെ ഡിപ്ലോമ എടുത്ത് കഴിഞ്ഞപ്പോ പെട്ടെന്ന് തന്നെ 3 മാസമല്ല നമ്മളിപ്പോ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു വരികയാണ്. ഇന്റേൺഷിപ്പ് കഴിഞ്ഞു. ആ സമയം തന്നെ ഒരു MNC കമ്പനി തന്നെ പ്ലേസ്ഡ് ആയതിനെ കൊണ്ട് നല്ല സന്തോഷം. ഓക്കെ. അപ്പൊ ഇപ്പൊ വീട്ടുകാരും എല്ലാവരും സന്തോഷത്തിലാണ്. വീട്ടുകാർക്കാണ് വളരെ എന്താ കുറെ കഷ്ടപ്പെട്ട പോലെ കണ്ടതാ. വീട്ടുകാർ അത്രയും ഒന്നാമത് വയസ്സിന്റെ തന്നെ വിഷയമുണ്ട്. ഇപ്പൊ ഡിഫൻസിന് വേണ്ടി അത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ട് അത് കിട്ടുന്നില്ല എന്ന് പറഞ്ഞപ്പോ വീട്ടുകാരും സങ്കടത്തിലായി പോയി. അങ്ങനെ പെട്ടെന്ന് തന്നെ നിന്റെ തീരുമാനമായാലും BIM തന്നെ വരണം എന്നുള്ളത്. എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ആരെങ്കിലും ഈ ഇതെടുക്കണോ, BIM എടുക്കണോ? ഞാൻ പിന്നെ ഒന്നും ചോദിക്കാൻ നിന്നില്ല. എന്താ വെച്ചാല് ഒന്നാമത് വിഷയം എന്ന് വെച്ചാൽ ടോട്ടലി ബ്ലാങ്ക് ആയിരുന്നു. നമ്മൾ പഠിച്ചൊരു ഫീൽഡിൽ തന്നെ പോകുമ്പോഴാണ് നമുക്കൊരു ഗ്രോത്ത് ഉണ്ടാവുള്ളൂ. അങ്ങനെ ഒന്നും ചെയ്തില്ല. ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ കണ്ടപ്പോൾ എൻ്റെ ഒരു കമ്പനിക്കാരൻ എന്തോ BIM എടുത്തു എന്ന് പറഞ്ഞു. പക്ഷെ പിന്നെ അന്വേഷിച്ചപ്പോൾ BIM അല്ല, MEP-ന്റെ ഒരു PG അതിനെ എടുത്തത് പിന്നെ മനസ്സിലായത്. ഞാൻ അവനെ എടുത്തത് കൊണ്ടാണ് അങ്ങനെ വന്നത്, ഇതാന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. പിന്നെ ഒന്നുമില്ല. പിന്നെ ഞാൻ തന്നെ സ്വന്തം നോക്കി. പിന്നെ ഇവിടേക്ക് വിളിച്ചു നോക്കി, ബാസിമിക്കാനൊക്കെ വിളിച്ചു നോക്കിയപ്പോ അന്നപ്പോ കുഴപ്പമില്ല, ഇത് പഠിച്ചാൽ രക്ഷപ്പെടും എന്നുള്ളൊരു മൈൻഡ് വന്നതുകൊണ്ട്. എന്തായാലും ഫിയർ ഫാക്ടർ ഉണ്ടായിരുന്നു, ചാലഞ്ചസ് എന്തെങ്കിലും പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്? പെട്ടെന്ന് നമ്മള് ഇങ്ങനത്തെ മറ്റേ ഡക്റ്റിന്റെ ഒക്കെ കുറെ സംഭവങ്ങൾ കണ്ടപ്പോ അന്നൊന്ന് പേടിച്ചു വരും. ഡെമോ ക്ലാസ്സിൽ എന്താണ് മെക്കാനിക്കലിന്റെ ഐഡിയ ഉണ്ട്, MEP എന്താണ്, കുറെ ഡക്റ്റ് വരയ്ക്കുന്നു, അതിന്റെ ഉള്ളിൽ കൂടി പോകുന്നതൊക്കെ പറഞ്ഞപ്പോ പേടി. പിന്നെ ചെയ്ത് തുടങ്ങി പിന്നെ ഇത് ഇത്രേ ഉള്ളൂ, നമുക്ക് ഒരു അത്യാവശ്യം പഠിച്ചെടുക്കാൻ പറ്റുന്ന സംഭവങ്ങളേ ഉള്ളൂ എന്ന് മനസ്സിലായി. ട്രെയിനിങ് എങ്ങനെയുണ്ടായിരുന്നു? ട്രെയിനിങ്ങിന്റെ പ്രോഗ്രഷൻ എങ്ങനെയുണ്ടായിരുന്നു? ട്രെയിനിങ് എന്നൊക്കെ പറഞ്ഞാല് എന്താ പറയാ, നമ്മള് പേടില്ലാണ്ടൊരു നമ്മളെ വീട്ടിൽ നിന്ന് ചെയ്യുന്ന ഒരു ഫീൽ അതുപോലെയാണ്. നല്ല സാറുമാര് ഫ്രണ്ട്ലി ടൈപ്പിലാണ് എല്ലാവരും. ഇപ്പം
സ്റ്റാഫ് ആണെങ്കിലും എല്ലാവരും ഒരു ഫ്രണ്ട്ലി ടൈപ്പിനെ കൊണ്ട് പോയി പഠിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഏതൊരു പോയിന്റിലാണ് നിങ്ങൾക്ക് ആക്ച്വലി തോന്നിയത് ഓക്കെ ഇത് എനിക്ക് ഞാൻ ജോബ് ഓറിയൻറ്റഡ് ആയിട്ടുണ്ട്, അല്ലെങ്കിൽ ജോബ് ആ ഒരു റെഡിനെസ് എനിക്ക് കിട്ടി എന്നുള്ളത് തോന്നുന്നത്? മെയിനായിട്ട് പഠിക്കുന്ന സമയത്ത് നമുക്ക് എന്താ പറയുക, ജസ്റ്റ് പഠിപ്പിച്ച് തരുന്നു, കുറച്ച് ചെയ്യുന്നു, അങ്ങനെയുള്ള ഒരു മൈൻഡ് വരും. പക്ഷെ ഇന്റേൺഷിപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പക്ക എങ്ങനെയാണ് നമ്മളൊരു ലെവലായി നമുക്ക് കോൺഫിഡൻസ് ആയി കിട്ടി. പഠിച്ച സാധനം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഇന്റേൺഷിപ്പ് പ്രോഗ്രാമിലാണ് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഒരു കോൺഫിഡൻസ് കിട്ടിയത്, എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത്. അപ്പോൾ ഇന്റേൺഷിപ്പ് ശരിക്കും നല്ല യൂസ്ഫുൾ ആയി. ഇന്റേൺഷിപ്പ് ആണ് ഇതിനൊരു അടിത്തറ എന്ന് പറയാം. ശരിക്കും പറഞ്ഞാല് നമുക്ക് ജോലി കിട്ടണം കേട്ടോ. മറ്റേത് പഠിക്കുന്നു, നമ്മൾ ചെയ്തു പോകുന്ന ടൂൾസ് ഒക്കെ മനസ്സിലാക്കി അപ്ലൈ ലെവലൊക്കെ മനസ്സിലാക്കി സ്വന്തമായിട്ട് നമ്മൾ ചെയ്ത് തുടങ്ങുമ്പോഴാണല്ലോ എന്തിനൊരു. അപ്പോൾ ജയദേവൻ പ്ലേസ്മെന്റ് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത്, ഇന്റർവ്യൂ ഫേസ് ചെയ്യുന്ന സമയത്ത് അത് ചലഞ്ചിങ് ആയിരുന്നോ? അത് ഫേസ് ചെയ്യാൻ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായിരുന്നോ, അതോ സ്മൂത്ത് ആയിരുന്നോ? എനിക്ക് വെച്ചാൽ ഇന്റർവ്യൂ ടൈപ്പ് ഒരു ജോലി തീരെ താല്പര്യമില്ലാത്തൊരു വ്യക്തിയാണ്. ഇന്റർവ്യൂ വെച്ചിട്ടൊരു ജോലി കയറരുതെന്ന് ഞാൻ പണ്ട് എന്തായാലും ഒന്നാമത് ഇങ്ങനെ ഫിയർ, സത്യം പറഞ്ഞാൽ ഇന്റർവ്യൂ ഫിയർ ആണ് അങ്ങനെ. പക്ഷെ എന്താ കറങ്ങി തിരിഞ്ഞ് ഇന്റർവ്യൂ തന്നെ എത്തി. പക്ഷെ ആ സമയത്ത് കയറുന്നവരെ നല്ല പേടിയായിരുന്നു. പക്ഷെ എന്താ പഠിച്ചത് നമ്മളെ മൈൻഡിൽ ഉള്ളതിനെ കൊണ്ട് നമ്മളെ പഠിച്ച ഫീൽഡ് വെച്ച് ചോദിക്കാനുള്ള പറയാനുള്ള കഴിവ് അതുണ്ടായിരുന്നു. പക്ഷെ പഠിച്ച ഇന്റർവ്യൂ കയറി ഇന്റർവ്യൂ ആണെങ്കിൽ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ അതിനെ കൊണ്ട് നമുക്ക് പഠിച്ചതും പറയാൻ പറ്റി, അല്ലാണ്ട് ചോദിച്ചതൊക്കെ പലതും പറയാൻ പറ്റി. ഇന്റർവ്യൂ പ്രത്യേകം എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു? അതിന്റെ എന്തെങ്കിലും ഇതിപ്പോ എയ്സ് എന്ന് പറയുന്നത് ഒരു പഠിപ്പിച്ച് നമ്മളെ റെബിറ്റ് അല്ലെങ്കിൽ MEP മാത്രം പഠിപ്പിച്ച് വിടുക എന്നുള്ളൊരു മൈൻഡിലല്ല എയ്സ് ഉണ്ടായിരുന്നത്. നമ്മളൊരു ബേസിൽ നിന്ന് പഠിപ്പിച്ച് ഒരു ജോലിയിൽ എങ്ങനെ കയറ്റാൻ, അത് കഴിഞ്ഞിട്ട് ജോലിയിൽ എങ്ങനെ പെർഫോമൻസ് ചെയ്യാന്നൊക്കെ എന്താ പറയാ ഏറ്റവും സെറ്റ് കാര്യങ്ങൾ എയ്സിന് പഠിപ്പിച്ചു തന്നെ. അതുകൊണ്ട് ആ ഒരു ഓറിയന്റേഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നിങ്ങൾ AC അപ്സ്കിൽസിനെ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള ഒരു ഫാക്ടർ എന്താണ് ആക്ച്വലി ഔട്ട് ഓഫ് നിങ്ങളുടെ ലേണിംഗ് എക്സ്പീരിയൻസിൽ? നമുക്ക് വേണ്ടത് കറക്റ്റായിട്ട് പഠിപ്പിക്കും, വേണ്ടാത്ത കാര്യങ്ങൾ ശരിക്കും ആവശ്യമില്ല അങ്ങനെ തന്നെ പറയും. വേറെ ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ വെച്ചാൽ ഇത്ര സാധനങ്ങൾ ഉണ്ട് എന്ന് പഠിപ്പിച്ചിട്ട് ആളെ കൂട്ടാൻ വേണ്ടിയിട്ട് കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ അന്വേഷണം അങ്ങനെ കണ്ടി കുറെ എന്താ പറയാ ചെറിയ ചെറിയ കാര്യങ്ങൾ കുറെ കൊടുത്തിട്ട് അത് പഠിപ്പിക്കുന്നതിന്റെ കുഴപ്പമില്ല, അത് ബേസ് ആയിട്ട് എനിക്ക് ഓർമ്മയില്ല. ജയദേവൻ എനിക്ക് പറഞ്ഞൊരു ഓർമ്മയില്ല. നമുക്ക് കോഴ്സ് തന്നെ MEP ഡിസൈൻ കോഴ്സ് എന്ന് പറയുന്നു. അതിൽ സോഫ്റ്റ്വെയർ പറയുമ്പോൾ PDF-ഉം എക്സലും വേർഡും ഇതൊക്കെ കൂട്ടിയിട്ടാണ് അവർ. പക്ഷേ ഈ പറഞ്ഞ പുതിയ ആൾക്കാർക്ക് ഇത് അറിയില്ല. അവർ കാണുമ്പോൾ ഒരുപാട് എന്താ പറയുക സോഫ്റ്റ്വെയർസ് ഉള്ള പോലെ തോന്നും. പക്ഷെ ആക്ച്വലി ഇൻഡസ്ട്രിക്ക് ആവശ്യമായിട്ടുള്ള BIM സോഫ്റ്റ്വെയർ നോക്കുകയാണെങ്കിൽ നമുക്ക് എന്താണ് ആവശ്യം? ഇപ്പോൾ റിവിറ്റ്, നാവിസ്വർക്കൊക്കെയാണ് അതിൻ്റെ ബെറ്റർ കോമ്പിനേഷൻ ആസ് എ ബിഗിനർ. സോ അതല്ലാതെ തന്നെ ഇപ്പോൾ നമ്മൾ കാണുന്നുണ്ട് മാർക്കറ്റിൽ ഈ പറഞ്ഞ പോലെ പല ഫീൽഡിലും പല ടോപ്പിക്സും ഉണ്ടെന്ന് പറഞ്ഞു കൊണ്ടുവരുന്നു. പക്ഷേ എഫക്റ്റീവ്ലി അവർ ഇറങ്ങി വരുമ്പോൾ പ്രാക്ടിക്കലായിട്ട് ഓറിയൻറ്റഡ് ആവുന്നില്ല. അതൊക്കെയാണ് അവർക്കൊരു ഇൻ്റർവ്യൂ ക്രാക്ക് ചെയ്യുമ്പോഴൊക്കെ ഇഷ്യൂസ് വരുന്നതും, ഇല്ലെങ്കിൽ ഒരു ജോബ് കയറുമ്പോൾ അവർക്കൊരു ക്ലാരിറ്റി കിട്ടാത്തതും. കാരണം ഈ എല്ലാം പഠിച്ചു എന്നാൽ ഒന്നൊന്നിൽ എക്സ്പെർട്ട് അല്ലാത്ത രീതി വരും. അപ്പോൾ ഇവിടെ പഠിപ്പിക്കുമ്പോൾ ലൈക്ക് AC അപ്സ്കിൽസ് പഠിക്കുന്ന സമയത്ത് പറഞ്ഞ സാധനം ക്ലിയർ ആയിരുന്നു അല്ലേ, പ്രാക്ടിക്കലായിട്ടുള്ള. ഇപ്പോൾ ടൂൾ ടെസ്റ്റ് എങ്ങനെയായിരുന്നു? ടൂൾ ടെസ്റ്റ് ഉണ്ടായിരുന്നല്ലോ ഇതിൽ? ടൂൾ ടെസ്റ്റ് നമ്മളിപ്പോൾ പഠിച്ച സാധനങ്ങൾ മാത്രമേ ടൂൾ ടെസ്റ്റ് ഉണ്ടായിരുന്നുള്ളൂ, പുറത്തുനിന്നായിട്ടൊന്നുമില്ല. നമ്മളെ A to Z കാര്യങ്ങൾ ഇവിടുന്ന് പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അത് പുറത്തുനിന്നൊരു ചലഞ്ച് ആയിട്ടുള്ള ഒരു പ്രശ്നങ്ങളില്ലായിരുന്നു. പഠിച്ച സാധനം പഠിച്ചത് മാത്രമേ ഉള്ളൂ. മോഡലിംഗ് ലെവലായിരുന്നു. ഓക്കെ. ഷീറ്റ് ക്രിയേഷൻ ഉണ്ടായിരുന്നു അതിൽ? ഷീറ്റ് ഉണ്ടായിരുന്നു, ഷീറ്റ് ക്രിയേഷൻ ഉണ്ടായിരുന്നു. ഓക്കെ. ക്ലാഷ് ടെസ്റ്റിന്റെ എന്തെങ്കിലും ഇതുണ്ടായിരുന്നു? ക്ലാഷ് ജസ്റ്റ് നമ്മൾ അതിൽ തന്നെ റെബിറ്റിൽ തന്നെ നോക്കിയുള്ള രീതിയിലാണ്. കമ്പാരിറ്റീവ്ലി അപ്പോൾ നിങ്ങൾ പഠിച്ച സാധനം തന്നെയാണ് പഠിച്ചത് മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് പുറത്തുനിന്നായിട്ടുള്ളതൊന്നും. ഓക്കെ. അപ്പോൾ ഒരു ഇൻഡസ്ട്രി ലെവലിലുള്ള ട്രെയിനിങ് തന്നെ നിങ്ങൾക്ക് കിട്ടി എന്നുള്ളത് പറയാൻ പറ്റില്ല. അപ്പോൾ ജയദേവൻ പറഞ്ഞു വന്നത് ആക്ച്വലി സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾ സെൻട്രൽ ഗവൺമെൻറ് ജോബായിരുന്നു നോക്കിയിട്ടുണ്ടായിരുന്നു, അതിലേക്ക് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ BIM-ലേക്ക് വന്നു, ഇപ്പോൾ BIM-ലേക്ക് ജോബ് കിട്ടി. സോ നിങ്ങൾ ആദ്യം കണ്ടിരുന്ന ആ ഒരു കരിയർ ലെവലും ഇപ്പോൾ കാണുന്നതും എല്ലാ ഡിഫറൻസ് ഉണ്ടാവുമല്ലോ. ഇപ്പം നിങ്ങൾ എങ്ങനെയാണ് ഫ്യൂച്ചർ നോക്കി കാണുന്നത് BIM-ലൂടെ? അല്ല, ഒന്ന് ഞാൻ എന്താ പറയുക ആഗ്രഹം കൊണ്ട് പോകുന്നതും, മറ്റേത് നമ്മളിപ്പോൾ പഠിച്ചൊരു ഫീൽഡ് അല്ലാത്ത രീതിയിൽ പോകുന്നതാണ്. അപ്പൊ ആഗ്രഹിച്ചു പോകുന്നത് നമ്മൾ സാലറി നോക്കൂല, ആഗ്രഹം കൊണ്ട് പോകുന്നതാണല്ലോ. പക്ഷെ BIM-ന് വെച്ചാൽ നമ്മളിപ്പോ ഹൈ പേയിങ് സാലറി, നല്ല സാലറി ഉണ്ട്. പിന്നെ എന്താ വെച്ചാൽ പുറത്തുള്ള പണിയേക്കാൾ എന്തുകൊണ്ടും നല്ലത് ഓഫീസ് ടൈപ്പ് ജോബ് ആണല്ലോ എന്നുള്ളൊരു നിങ്ങൾ സൈറ്റിലൊക്കെ പോയോണ്ട് മനസ്സിലാക്കി. ഗുജറാത്തിൽ പോയി വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു പറഞ്ഞല്ലോ. സോ ടോട്ടലി ആക്ച്വലി BIM നിങ്ങൾക്ക് ചൂസ് ചെയ്ത കരിയറിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണ്? അതെ, ഇപ്പം ബെസ്റ്റ് ആണ്, ബെസ്റ്റ് ആയിട്ട് പഠിച്ചു കഴിയുമ്പോൾ തന്നെ ജോലി കിട്ടിയത് കൊണ്ട് കുറച്ചുകൂടി. അതെ. അപ്പൊ നിങ്ങൾ ഈ കോഴ്സ് കഴിയുന്ന സമയത്ത് നിങ്ങൾക്ക് പറ്റുന്ന ജോബാണിത് എന്നുള്ളത് അവിടെ സിങ്ക് ആയോ? ടെക്നിക്കലി നിങ്ങൾ എഞ്ചിനീയറിംഗ് ലെവലിൽ പഠിച്ച കോറിലേക്ക് വന്നിട്ടുണ്ട്, നിങ്ങളെ കൊണ്ട് പറ്റുന്ന ജോബ് ഇതിൽ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയാണെന്ന് തോന്നിയോ? നിങ്ങളിപ്പോൾ ഇന്ന് ഇനി ഒരു 5 years ടേം അല്ലെങ്കിൽ 10 years എന്നൊക്കെ ഒരു വിഷൻ വെക്കുകയാണെങ്കിൽ എവിടെയാണ് ജയദേവൻ നോക്കി കാണുന്നത്? എനിക്കിപ്പോ ഒരു ചെറിയ പണിയിൽ നിന്ന് പോകണമെന്നൊരു താല്പര്യമില്ല, അതിന്റെ ഏറ്റവും തലപ്പത്തെത്താൻ പറ്റുമോ അതിനുവേണ്ടി ഞാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ്. ഓക്കെ. അപ്പോൾ
അതെ ഒരു നമ്മളിപ്പോ കേറുന്നത് ഇപ്പൊ ചെറിയൊരു ലെവലിലായിക്കോട്ടെ, പക്ഷെ ആ ലെവലിൽ തന്നെ നിന്ന് പോവാതെ അതിന്റെ മേലോട്ട് എന്തുണ്ടോ അതിനു വേണ്ടി എങ്ങനെ പരിശ്രമിക്കാൻ പറ്റുമോ, അങ്ങനെ ആ ഒരു രീതി. അതെ, ഞാനും കണ്ടിരിക്കുന്ന ലീഡർഷിപ്പ് ക്വാളിറ്റി ജയദേവന് ധാരാളം ഉണ്ട്. സോ അത് വളരെ ഇൻഫ്ലുവൻസ് ആണ് ഇങ്ങനത്തെ കാര്യങ്ങളിലേക്കൊക്കെ ഇനി അടുത്ത ഗ്രേഡിലേക്ക് ഉയരാനൊക്കെ വളരെ സഹായിക്കും. ഓക്കെ, അപ്പോൾ നാട്ടിൽ തന്നെ നിൽക്കാനാണോ ഉദ്ദേശിക്കുന്നത് അതോ എബ്രോഡ് ജോബ് നോക്കുന്നുണ്ടോ? നാട്ടിൽ തന്നെ സെറ്റിൽ ആണെന്നുള്ളൊരു മൈൻഡിലല്ല, നമുക്ക് പുറത്ത് പോയി കുറച്ചുകൂടി നല്ല സാലറിയും നല്ല ഓപ്പർച്യൂണിറ്റി ഒക്കെ ആണെങ്കിൽ പുറത്ത് പോയി സെറ്റിൽ ആവാൻ തന്നെയാണ് താല്പര്യം. ഇപ്പോൾ നിങ്ങൾക്ക് സ്റ്റാർട്ടിങ്ങിൽ കിട്ടിയ സാലറി ലൈക്ക് നിങ്ങളിപ്പോൾ 6 മന്തിൻ്റെ ഒരു ഇതാ കഴിഞ്ഞിരിക്കുന്നത്, അപ്പോൾ തന്നെ നിങ്ങൾക്ക് ജോബ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് സ്റ്റാർട്ടിങ് എന്ന കാര്യത്തിൽ എല്ലാം കൊണ്ടും ബെറ്റർ ആയിട്ടൊരു സ്റ്റാർട്ടപ്പ് ഇരിക്കുന്നത്. ആക്ച്വലി വെരി ഗുഡ്. അപ്പോൾ ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ കരിയർ. താങ്ക് യു.